കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണത്. അതിന് പറ്റിയൊരു ദിവസം ഇന്ന് ഞായറാഴ്ച കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും റാഹേലും കൂടി പള്ളിയിൽ പോകാനുള്ള പരിപാടി കേട്ടോ. പള്ളിയിലെത്തി. അമ്മേൻ്റെ കൂടെ കേട്ടോ റാഹേൽ സ്ഥിരം നിൽക്കാറ്. ആശനില്ലാത്തവളെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഡൊമിനിക് ആൾ പറഞ്ഞു ജോബിന് 2 പൊറോട്ട വാങ്ങാൻ പോവാന്നുള്ള രീതിയിൽ. അങ്ങനെ പൊറോട്ട വാങ്ങാൻ പോയപ്പോൾ ഇതാ നമ്മുടെ വേറൊരു കൂട്ടുകാരൻ വന്നു സഞ്ജയ്. അവൻ പിന്നെ അവൻ്റെ കുറേ പായ്വേര വർത്താനം പറഞ്ഞു. ജോബിനെ നീ എവിടെയാണ് കാണാൻ കിട്ടുന്നില്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാ നമ്മുടെ പൊറോട്ട അടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. നമ്മുടെ കാളിയാവിലെ ഒരു മുഖ്യ പൊറോട്ട സെൻ്റർ കേട്ടോ. ഇവിടുത്തെ പൊറോട്ടയും ബീഫും. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ പോയതാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞത് അപ്പം വേറെ 10 പൊറോട്ടയും കൂടി കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. അന്ന് ആകെ പൊറോട്ട കളി. നമ്മൾ 4 പേർക്ക് 20 പൊറോട്ട ഒരു ദിവസം. ഫുൾ ഡേ പൊറോട്ട. ഇതാ റാഹേലും ആഷ്ലിനും മികേലും രാവിലെ തന്നെ അവളെ വെയിൽ കൊള്ളിക്കാനുള്ള പരിപാടി കേട്ടോ. റാഹേൽ ഇടയ്ക്കിടയ്ക്ക് അവളെ ഓരോ പിച്ച് വെച്ചുന്നുണ്ട്. പിന്നെ ഞാൻ അവളെ ഒന്ന് ഉറക്കാനുള്ള പരിപാടി നോക്കിയാൽ ഇവിടെ രാവിലെ ഉറങ്ങുന്നൊന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ പറമ്പിൽ നിന്നതാ തേക്ക് വെട്ടാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. തേക്ക് വെട്ട് ഒരു കഴിവ് കേട്ടോ. ആ മരത്തിൻ്റെ ഒക്കെ മണ്ടയിൽ കയറിയിട്ടേ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇതാ അപ്പം പറഞ്ഞു രാവിലെ ജോബിനെ അടയ്ക്ക പറിക്കണമെന്ന്. ഒന്നും നോക്കിയില്ല. ഇന്നത്തെ ഞായറാഴ്ചൻ്റെ പകുതി ദിവസം അടയ്ക്ക പറിയിലൂടെ പോകുമെന്ന് തോന്നുന്നു. പിന്നെ അടയ്ക്ക പറിയായി പരിപാടിയായി. നമ്മൾ അടയ്ക്ക പറിച്ച് കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ്. അടയ്ക്ക പറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ. പക്ഷെ നമ്മളതെന്ന് വെച്ചാൽ കൊലയോടുകൂടിയൊക്കെ പറിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മൾ റാഹേലിൻ്റെ മേൽനോട്ടത്തിലാട്ടോ അടയ്ക്ക പറിൻ്റെ വേറെ തിരിവ് നടക്കുന്നത്. റാഹേൽ ഇത് അടയ്ക്ക കൊണ്ട് ഓടുന്നുണ്ട്. നമ്മൾ പിന്നാലെ പോയി പിടിക്കാനുള്ള പരിപാടി കേട്ടോ. കാരണം ഇവൾ പകുതി സമയം ഇവളെ നോക്കി ഇവളുടെ കൂടെ അങ്ങ് പോയി തീരും കേട്ടോ. കാരണം നമ്മൾ അടയ്ക്ക 2ആയി തിരിക്കുന്നുണ്ട്. അപ്പനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടയ്ക്ക തല്ലി പൊളിക്കുന്നുണ്ട്. ഈ കൊലയോടുകൂടി പറിക്കുന്നതുകൊണ്ടേ കണ്ടോ നമ്മൾ ആ കൊല ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു മറ്റേ ഒരു പലക പോലത്തെ ഒരു ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തല്ലി അങ്ങനെ പൊട്ടിച്ചെടുക്കാം. റാഹേലിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റാഹേലിൻ്റെ വണ്ടിയിലൊക്കെ കയറ്റി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ ആള്. ഞാനും സഹായിക്കാം എന്നെ എന്താ കൂട്ടാത്തതെന്നുള്ള രീതിയിലാണ്. ഇതാ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അത്രയും പണിയിലായിരുന്നു കേട്ടോ ആള്. കട്ടപ്പണിയിലായിരുന്നു. നമ്മൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ പച്ചയും പഴുക്കൊക്കെ മാറ്റി നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഈ അൾട്ടോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനത്തെ കാർഷിക കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ. നമുക്കതിൽ ഇങ്ങനെ അടയ്ക്കയും ചാണകവും റബ്ബറൊക്കെ കയറ്റാം. അതിനൊരു മടി തോന്നത്തില്ല. കാരണം വെച്ചാൽ അൾട്ടോ അങ്ങനെയാണ്. അൾട്ടോയിൽ നമുക്ക് എന്തും കയറ്റാം. ഒരു നല്ല വേറെ വണ്ടിയാണെങ്കിൽ നമുക്ക് കയറ്റാനൊരു മടി ഉണ്ടാവില്ല. പക്ഷെ അൾട്ടോ നല്ല വണ്ടിയല്ല എന്നല്ല ഏറ്റവും നല്ല വണ്ടിയാട്ടോ. അങ്ങനെ അടയ്ക്കൊക്കെ വിറ്റ് നമ്മളിതാ വീട്ടിലെത്തി. ഒരു 4:30 ആയിട്ടോ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആഷ്ലി നമുക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. സാധാരണ ജ്യൂസൊന്നും ഇങ്ങനെ കിട്ടാറുള്ളതല്ല. ആഷ്ലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആഷ്ലി പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ അത് ജ്യൂസും കൊണ്ട് വരാം. അങ്ങനെ റാഹേലിനും കുറച്ച് ജ്യൂസൊക്കെ കൊടുത്ത് റാഹേൽ നമ്മുടെ കൂടെ അത്രയും പണിയെടുത്തല്ലേ റാഹേലിനും കുറച്ച് ജ്യൂസ് ആവാം അല്ലേ. അങ്ങനെ ഞാനും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് സമയം 4:30 ആയിട്ടോ. അന്നത്തെ ദിവസത്തിന്റെ പകുതി അടയ്ക്ക പറിയും മറ്റേ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ പോയി കിട്ടും കേട്ടോ സത്യത്തിൽ. അശ്ലിനോട് ചോദിച്ചു അശ്ലിൻ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് അശ്ലിന് പ്രത്യേകിച്ച് നല്ല കറിയൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അശ്ലിൻ പറയാം ഇന്ന് നമുക്ക് സാമ്പാറും ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ അടുത്ത യാത്ര വീണ്ടും പോവാണ്. അന്ന് വൈകുന്നേരം തന്നെ നമ്മളിതാ റാഹേൽ വെരി ഹാപ്പി. റാഹേലിന് സത്യത്തിൽ വീട്ടിലിരിക്കുന്നതിലേറെ ഏറ്റവും സന്തോഷകരമായത് ഇങ്ങനെ യാത്രകൾ പോവാന്ന് കേട്ടോ. ഞാനും റാഹേലും കൂടി അമ്മയും കൂടി ഞങ്ങൾ നിലമ്പൂർ പോവാട്ടോ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്ക് കാണിച്ചത്. ഇതൊരു റെയിൽവേൻ്റെ എൻഡ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ഇല്ല കേട്ടോ. അങ്ങനെ പോയി ഞങ്ങളിത് തുണി അമ്മയ്ക്ക് ഒരു 2 സാരി എടുക്കാനുള്ള പരിപാടി കേട്ടോ. നമ്മൾ നിലമ്പൂർ ശോഭിക്കലായിട്ട് പോയത്. അമ്മ ചെന്നപ്പോൾ തന്നെ ഒരു സാരി കണ്ടു. അത് മാറ്റി വെച്ചു. സത്യത്തിൽ ഈ സ്ത്രീകൾ ഇങ്ങനെയാ കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സാരി ഇഷ്ടപ്പെടും. അത് മാറ്റി വെക്കും. പക്ഷെ പിന്നെയും നമ്മൾ സാരി തപ്പിക്കൊണ്ടേയിരിക്കും. പക്ഷെ ലാസ്റ്റ് ആ സാരി തന്നെ എടുക്കും. എന്താണ് ഇതിൻ്റെ സൈക്കോളജി എന്ന് അറിയത്തില്ല. റാഹേൽ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇഷ്ടംപോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ മാറ്റി വെച്ച സാരി കേട്ടോ. റാഹേൽ ഉറങ്ങിയിട്ട് എണീറ്റിട്ടുണ്ട്. ഓ ഒരു അന്തമിടലുണ്ട് കുറച്ച് നേരത്തേക്ക്. പിന്നെ എന്നോട് കുറച്ച് നേരം ചാച്ചാ 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 എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ നടക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതിയോ? ഞാനും കൂടാലോ. പിന്നെ അമ്മേനെ സഹായിക്കാനുള്ള പരിപാടിയാണ്. എനിക്കവിടെ ബാഗൊന്നും ഇല്ല. ഞാനും കൂടാ നിങ്ങളുടെ കൂടെ എന്നുള്ള ഒറ്റ ഇതിലാണ്. ഇതാ ആളൊറ്റയ്ക്ക് ഇതാ പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നു. ആളിതാ പിന്നെ റാഹേൽ എൻ്റെ തോളത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ആരെ കളിക്കാൻ കിട്ടുമെന്നുള്ള ഒറ്റ ധാരണയിലാണ് കേട്ടോ ആൾ നോക്കിക്കൊണ്ടുവന്നത്. പക്ഷെ കുറേ നേരം നോക്കിയിട്ട് ആരും കിട്ടുന്നില്ല. എൻ്റെ തരപ്പടിക്ക് പറ്റിയ ആരും ഇല്ലേ ദൈവമേ, ഞാൻ എങ്ങനെ ഇവിടെ സമയം ചിലവഴിക്കും എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ റാഹേൽ. പക്ഷെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നപ്പോഴേക്കും ആൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. ഫ്രണ്ടിന് വലിയ താല്പര്യമൊന്നും കണ്ടില്ല കേട്ടോ ഇവളോട് അടുക്കാൻ. പക്ഷെ ഇവൾ എന്ത് വിധത്തിലോ
എൻ്റെ കൂടെ കളിക്കാൻ വാ ചേട്ടായി, എൻ്റെ കൂടെ കളിക്കാൻ വാ ചേട്ടായി എവിടെ വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ വേറെ ഒരു പെങ്കൊച്ച് വന്നേ, പക്ഷെ ആൾക്ക് വലിയ ധാരണ ആൾക്ക് പറ്റിയില്ല. റാഹേലിന് ആളുമായിട്ട് കളിക്കാൻ വലിയൊരു സുഖം കണ്ടില്ല കേട്ടോ. ആൾക്ക് ഈ ചേട്ടന്മാരുടെയും അനിയന്മാരുടെയും ഒക്കെ കൂടെയാട്ടോ കളിക്കാൻ. പെൺപിള്ളേരോട് വലിയ താല്പര്യക്കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ദൈവമേ! പിന്നെ ആ ശോഭിക മുഴുവൻ ഓടി. അയ്യോ! മനുഷ്യന്റെ ഊപ്പാടിന്റെ അങ്ങേ തല ഇറങ്ങി. അങ്ങനെ നടന്ന് നടന്ന് ദാ പിന്നെയും വേറെ ഫ്രണ്ടിനെ കിട്ടി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്റെ പുതിയ ഫ്രണ്ട് എങ്ങനെയുണ്ട്? പക്ഷെ ഇവള് ചെല്ലുന്ന ഫ്രണ്ട്സ് ഒന്നും ഇവളോട് അടുക്കുന്നില്ല ട്ടോ. അത് വേറെ കാര്യാട്ടോ. ഇവള് വലിയ കാര്യത്തിലാട്ടോ ഓരോരുത്തരുടെ അടുത്തേക്ക് ഓടുന്നെ. പക്ഷെ അവരാരും ഇവളോട് അടുക്കുന്നില്ല. ദൈവമേ! ലേഡീസ് സെക്ഷന്റെ ഭാഗത്തൂടെയൊക്കെ ഓടി, ഓടി, ഓടി മനുഷ്യന്റെ ഊപ്പാടെളകും ട്ടോ. ഞാൻ അന്നത്തോടു കൂടി ഞാൻ ഈ പിള്ളാരെയും കൊണ്ട് ഈ പർച്ചേസിങ്ങിന് പോകുന്നതേ, കുറച്ചു നേരമൊക്കെ നമ്മുടെ അടുത്ത് അടങ്ങി നിൽക്കുന്നേ. പിന്നെ ഇതുപോലെ ഓട്ടം. പക്ഷെ എന്താ വെച്ചാൽ ശോഭികയിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ട്ടോ. പിന്നെ ഈ എടുക്കാനൊന്നും സാധനങ്ങളില്ലാത്തതുകൊണ്ട് കഴിച്ചിലായിട്ടോ. പിന്നെ നമ്മൾ ബില്ലിംഗ് ആയി. ബില്ലിങ്ങിന്റെ അവിടെ ചെന്നപ്പോഴേക്കും അമ്മേന്റെ കൂടെ അമ്മ അതിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു കിഴുക്ക് കൊടുത്തു ട്ടോ. ദൈവമേ! പിന്നെ കീറലോട് കീറല്. പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്കുള്ള വരവായിരുന്നു ട്ടോ. വരുന്ന വഴിക്ക് നല്ല വിശപ്പായിരുന്നു. പിന്നെ ഒരു നമ്മൾ ഇപ്പൊ പൊറോട്ടയല്ല, ഇപ്പൊ മറ്റേ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചിക്കൻ വറുത്തതും ഇതൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓക്കെ, ഗുഡ് ബൈ.